വാഹനം പാർക്ക് ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ ആര്യ രാജേന്ദ്രനും കുടുംബവും ചെയ്തത് വലിയ തെറ്റാണ്. അത് ഓൾറെഡി തെളിവ് സഹിതം കണ്ടിട്ടും നമ്മുടെ സർക്കാരിന് മൗനം മാത്രമായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറാണ് കേട്ടോ. ഇപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്തു, നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ കെ വി ഗണേഷ് കുമാർ ഒന്നും മിണ്ടിയിട്ടില്ല. കെ ബി ഗണേഷ് കുമാർ അത് ആലോചിച്ചതിന് ശേഷം പറയാമെന്ന് പറഞ്ഞിട്ട് യദുകൃഷ്ണനെ പിരിച്ചുവിടുകയാണ്, താൽക്കാലികമായിട്ട് പിരിച്ചുവിടുകയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 1 വർഷം ആവാൻ പോകുന്നു. ആ താൽക്കാലികമായിട്ട് പിരിച്ചുവിട്ടതോ അല്ലെങ്കിൽ കേസിൻ്റെ കാര്യങ്ങളോ പിന്നീട് ഒന്നും അറിഞ്ഞിട്ടില്ല. കേരളത്തിൽ വലിയൊരു തരംഗമായൊരു കേസ് തന്നെയായിരുന്നു. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിരുന്നൊരു വിഷയമാണ്. സർക്കാരിൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണല്ലോ മേയർ. അപ്പോൾ ഈ മേയർക്കെതിരെ എന്ത് ആക്ഷൻ എടുക്കും, തുല്യനീതിയാണോ, നടപടി എന്തായിരിക്കും എന്നെല്ലാം കേരളക്കാരെ ചർച്ച ചെയ്തതാണ്. പക്ഷേ അതിൽ തുല്യനീതി എന്ന് പറയുന്ന സാധനം സർക്കാർ മറന്നു. പിണറായി സർക്കാർ പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ചെയ്ത ഈ പറയുന്ന പ്രവൃത്തിയെല്ലാം അംഗീകരിച്ചുകൊണ്ട്, അത് കുട്ടിക്കളിയാണല്ലോ, ചെറിയ പ്രായത്തിൽ ആര്യ രാജേന്ദ്രൻ ചെയ്ത ആ സമയത്തൊക്കെ നല്ല രീതിയിൽ പ്രതികരിച്ചിരുന്ന ആളായിരുന്നു സൂരജ് പാലാക്കരൻ. ട്രൂ TV എന്ന് പറയുന്ന ചാനൽ.